ചങ്ങായിമാരെ. അപ്പം അങ്ങനെ മലയാറ്റൂരിലുള്ള കൊലപാതകം, ചിത്രപ്രിയയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ. സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ന്യൂ ജനറേഷൻ പിള്ളേർ, അതായത് 2K മുതൽ മൊത്തത്തിൽ പിള്ളേർക്കൊക്കെ ജീവിതം ഒരു കളിതമാശയായി മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ തമാശ രീതിക്ക് എല്ലാവരെയും ഇതേപോലെ എന്താ പറയണ്ടേ, പ്രണയബന്ധമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഒട്ടും സീരിയസ് അല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് സ്വയം എന്താ പറയണ്ട, മരണം ഇറന്നു വാങ്ങുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരുപാടായില്ലേ. എന്ന് വെച്ചാൽ 2022 തൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷ്ണുപ്രിയയുടെ കൊലപാതകവും ഒക്കെ ഇതുപോലെ തന്നെയാണ്. കാരണം ഒരു ബന്ധം നിലനിൽക്കുക തന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നത്, അതായത് പുറം നാട്ടിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ അയക്കുമ്പോൾ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അയക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നു, ഓരോ ദിവസവും എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല, വീട്ടിലവർക്കറിയില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം തന്നെ, നാട്ടിൽ ഒരാളെ പ്രേമിക്കുമ്പോൾ തന്നെ പുറം നാട്ടിൽ പഠിക്കാൻ പോയാൽ അവിടെ നിന്നും ഇതേപോലെയുള്ള ഒരു അഫെയർ, ബെസ്റ്റി, അതുപോലെയുള്ള അഫെയറൊക്കെ, ബെസ്റ്റ് ഫ്രണ്ട് തന്നെ മതി. അത് എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ടേ, പ്രേമിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ അവരെക്കാട്ടും എന്താ പറയണ്ടേ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതാരായാലും ഇഷ്ടപ്പെടുക, നമുക്കായാലും നിങ്ങൾക്കായാലും ആർക്കും ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ്, മനുഷ്യന്മാരങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന ഒരാളെ മാത്രമല്ലേ സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും സ്നേഹിക്കുന്നതാണെങ്കിൽ ഇതിലെന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ എത്രമാത്രം അതിൽ വിഷമിക്കുന്നുണ്ട്, അവർക്ക് എത്രമാത്രം അതിൽ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള. ഇപ്പം തന്നെ പകുതി മുക്കാൽ ആൾക്കാരും ഈ പ്രേമമൊക്കെ ഉള്ളവർക്ക് ഫുള്ള് ടെൻഷനാണ്. എന്ന് വെച്ചാൽ അവർ സിഗരറ്റ് വലിക്കും, അതുപോലെ മദ്യപിക്കും. എന്ന് വെച്ചാൽ ഇത് അപ്പം പൊളിയിൽ നിന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു കല്യാണം തന്നെ നടന്ന് കിട്ടണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പ്രണയം ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ സംസാരത്തിനൊരു ചെറിയ കണിക വരെ എന്നാ പറയേണ്ടതെന്ന് പാളിപ്പോയാൽ തീർന്ന്. അപ്പോൾ ഈ ദേഷ്യമുള്ളവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതാണ് പറഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ ഒരു ബന്ധം നിലനിൽക്കെ വേറെ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അത് എത്രമാത്രം ചെറ്റത്തരാണ്, അത്ര മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ എത്ര കാലം ജീവിക്കേണ്ടവരാണ് ചെറിയ ഒരു വയസ്സിൽ തന്നെ ഇതേപോലെയുള്ള കൊലപാതകത്തിലേക്കും ഒക്കെ പോകുന്നത്. എന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ കൊന്ന ഈ ഒരു പുള്ളി, അവന് ഇനി പുറം ലോകം കാണൂല, അത്രയും എന്താ പറയണ്ട കൊല്ലം ജയിലിൽ. ഇതാണ് പറഞ്ഞത്, നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവുക, പക്ഷേ ഈ പെട്ടെന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതം മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്നൊരവസ്ഥയാണ്. ചതിക്കുന്നു വിചാരിച്ചിട്ട് വേണം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാൻ. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ തന്നെ കരയേണ്ടി വരും. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അവർ വിട്ടുപോകും, നമ്മളെ ഒഴിവാക്കി പോകുമെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ സ്നേഹിക്കാൻ. ഇതെല്ലാവരോടും കൂടിയിട്ടുള്ള പറയുന്നൊരു മെസ്സേജാണ്.